ഹായ് ഗായ്സ്, ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു മഴ പിടിച്ചിട്ടുള്ള ഒരു ദിവസമാണ്. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന പ്രത്യേക ഒരു സൈക്കിളാണ്. ആൻഡ് ഈ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് 29-ാം തീയതിയാണ്, ലൈക്ക് 29th ഓഫ് നേരെ മാസം മെയ്. സോ ഈ മെയ് മാസം 29-ാം തീയതിയാണ് എൻ്റെ കസിൻ യോഹാനസിൻ്റെ ബർത്ത്ഡേ. സോ യോഹാനസിൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് ഞാൻ അവനൊരു ചെറിയൊരു ഗിഫ്റ്റ് വാങ്ങാനായിട്ടുള്ള പ്ലാൻ ഇട്ടിട്ട് പെട്ടെന്ന് കുറേ തപ്പി നടന്നു, ഒന്നും കിട്ടിയില്ല. പിന്നെ ഞാൻ അവന് വിചാരിച്ചു അവനൊരു പറക്കണ അല്ലെങ്കിൽ കാറ്റത്ത് പോകുന്ന ഒരു സാധനം വാങ്ങാമെന്ന്. സോ നിങ്ങൾ വിചാരിക്കുന്ന പോലത്തെ ഒരു സാധനമല്ല. നിങ്ങൾ എന്താ വിചാരിച്ചത് പോലും എനിക്കറിയില്ല. ബട്ട് ഐ എം ഗോയിങ് ടു ഷോ വാട്ട് ഈസ് ദ ഗിഫ്റ്റ്. സോ കാറ്റത്ത് പോണ ഗിഫ്റ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കാരണം സൈക്കിളൊന്നുമല്ല, ഇതാണ് ഞാൻ അവന് കാറ്റത്ത് കൊടുക്കണ സൈക്കിൾ. സോ ഈ ഗിഫ്റ്റാണ് ഞാൻ അവന് കാറ്റത്ത് പോകുന്ന ഒരു വണ്ടി. ഈ വണ്ടി നേരെ അവിടെ പോയിട്ട് പെട്രോളൊക്കെ അടിച്ചിട്ടാണ് ഇനി പോവുക. സോ ഈ വലിയ വണ്ടിയുടെ ഒപ്പം കുഞ്ഞിയ വണ്ടി വെച്ച് നമുക്കൊരു വീഡിയോ എടുക്കാം. ആൻഡ് അങ്ങനെയാണ്. സോ ഞാൻ ഈ വണ്ടിക്ക് ഇനി മെല്ലെ ക്യാമറ ഒന്ന് തുടക്കട്ടെ കേട്ടോ. സോ ഞാൻ ഈ വണ്ടിക്ക് മെല്ലെ കുറച്ച് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ, ഗിഫ്റ്റല്ല, ഞാനിനി മെല്ലെ ഈ വണ്ടിക്ക് മറ്റേ ഹോണില്ലേ, ഹോണ് അത് വാങ്ങാൻ പോവാണ്. സോ അത് വാങ്ങാനായിട്ട് അടുത്ത കടയ്ക്ക് പോവാണ്. സോ ലെറ്റ്സ് ഗോ. ഇന്ന് ആകെ ഒരു മഴ പിടിച്ചിട്ടുള്ള ദിവസമാണ്, ഭയങ്കര കാറ്റൊക്കെയാണ്. സോ പോയിട്ട് വരാം. സോ ലെറ്റ്സ് ഗോ ബ്രോ. ഈ വണ്ടി പാർക്ക് ചെയ്യാൻ ഭയങ്കര പാടായതുകൊണ്ട് നമുക്ക് ഈ വണ്ടി എടുക്കാൻ വിടുന്നു, അല്ലെങ്കിൽ ആൾക്കാർ എടുത്തുകൊണ്ട് പോകും ഇങ്ങനെ. സോ സൈക്കിളിൽ വെക്കാനായിട്ട് ഞാൻ ചെറിയൊരു ബെല്ലെടുത്തു. ഇതാണ് ബെല്ല്, സ്മോൾ ബെല്ല്. ഞാൻ ഉദ്ദേശിച്ച വേറെ സാധനം ഇവിടെ ഇല്ല. ആക്ച്വലി ഞാൻ ഉദ്ദേശിച്ചത് വേറെ ടൈപ്പ് ഓഫ് എന്നൊക്കെ വരില്ലേ, അതുപോലത്തെ സാധനം. പക്ഷേ ചെറിയൊരു സാധനം വേറെ കിട്ടിയിട്ടുണ്ട്, കുഴപ്പമില്ല. സോ ലെറ്റ്സ് ടേക്ക് ദിസ് വൺ. സൈക്കിളിന് വെക്കാനായിട്ട് വേറെ എന്ത് സാധനം എടുക്കാമെന്ന് ഭയങ്കര കൺഫ്യൂഷനായി. സൈക്കിളിന് ബെല്ല്, ലൈറ്റ്, ഹെൽമെറ്റൊക്കെയാണ്. ബട്ട് ഒരു വെറൈറ്റി വേണ്ടേ. സോ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഒരു ദിവസം ഞാൻ നോക്കുമ്പോൾ അവന് കണ്ണാട ഭയങ്കര ഇഷ്ടമായിരുന്നു. പറഞ്ഞാൽ അവൻ്റെ അപ്പൻ കണ്ണാട ഇട്ടപ്പോൾ അവന് കണ്ണാട വേണമെന്ന് ഭയങ്കര നിർബന്ധമായിരുന്നു. അപ്പോൾ അന്ന് എനിക്ക് മനസ്സിലായി അവന് കണ്ണാട ഇടാൻ ഇഷ്ടമാണെന്ന്, അതും കൂളിംഗ് ഗ്ലാസ്. സോ ഐ തോട്ട് ഐ വിൽ ഗെറ്റ് ഹിം എ ബ്ലൂ ഗ്ലാസ്. പിന്നെ ഞാൻ വെറൈറ്റി ആയിട്ടുള്ളൊരു സാധനം ഇവിടെ കണ്ടു, മറ്റേ പച്ച നീല ബാഗുകളൊക്കെ. സോ ഞാൻ അവിടെ നിന്നൊരു നീല ബാഗ് എടുത്തു. പിന്നെ നീല കണ്ണാട, നീല ബെല്ല്, ഈ ഇതും മൊത്തത്തിലൊരു കളർഫുള്ള് സൈക്കിളാവുന്ന തോന്നാം. സാധനങ്ങളൊക്കെ ആയിട്ട് മെല്ലെ ഇവിടുന്ന് ഇറങ്ങാൻ പോവുകയാണ്. ഈ സാധനമൊക്കെ അവന് ഇഷ്ടമാവുമെന്ന് അറിയില്ല. ബട്ട് സ്റ്റിൽ ലെറ്റ്സ് സീ. സൈക്കിള്, ബെല്ല്, കണ്ണട, ബാഗൊക്കെയാണ് നമ്മൾ വാങ്ങിക്കണം. എല്ലാതും സെയിം കളർ പോലത്തെ ഒരു സാധനമാണ്. നീലചക്രം, എല്ലാതും ഒരു കോമ്പിനേഷൻ ഉണ്ട്. സോ നമുക്കിനി മെല്ലെ ബില്ലടയ്ക്കാം. എന്തായാലും മോനെ മാമൻ തരുന്ന ഗിഫ്റ്റ് കുറച്ച് കളർഫുള്ളൊക്കെ ഉണ്ട്. അല്ലാണ്ട് മാമൻ തരുന്ന ഗിഫ്റ്റ് മോനെ കളർഫുൾ ആവാണ്ടിരുന്നു കഴിഞ്ഞാൽ മോനെ ഇഷ്ടാവില്ലല്ലോ. ഗ്ലാസ്സൊക്കെ അവന് ഇഷ്ടാവും തോന്നണം. ഇനി ലെറ്റ്സ് ഗോ ഔട്ട് ആൻഡ് ലെറ്റ്സ് പാക്ക് ദിസ് വൺ. അല്ലെങ്കിൽ പിന്നെ ഇവിടെ നടക്കും ഞാൻ പാട്ടൊക്കെ പാടിയിട്ട്. അങ്ങനെ മെല്ലെ നമുക്ക് കടയിൽ നിന്ന് ഇറങ്ങാം. കടയിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ നമ്മുടെ സൈക്കിൾ എടുക്കണം. നമ്മൾ പാർക്ക് ചെയ്യാത്ത ഈ സൈക്കിൾ കയ്യിലുള്ളത് കൊണ്ട് ഈ സൈക്കിൾ തിരിച്ച് പാർക്ക് ചെയ്തതിന് ശേഷം വേണം നമ്മുടെ സൈക്കിൾ എടുക്കാൻ. സോ ഇറ്റ്സ് ബിറ്റ് കോംപ്ലിക്കേറ്റഡ്. വണ്ടി ഇവിടെ പാർക്ക് ചെയ്തു, ഇനി നമ്മൾ നമ്മുടെ സൈക്കിൾ എടുക്കണം. സോ നമ്മുടെ സൈക്കിൾ എടുക്കാൻ വേണ്ടത് നമ്മുടെ ചാവിയാണ് നമുക്ക് വേണ്ടത് നമ്മുടെ സൈക്കിൾ എടുക്കാൻ. സോ നമ്മുടെ ചാവി നമ്മളെടുക്കും. ചാവി തപ്പിയിട്ട് കാണാനില്ല. ചാവി എപ്പോൾ കിട്ടുന്നോ അപ്പനും സൈക്കിൾ തുറക്കും. ചാവി എപ്പോൾ കിട്ടുന്നോ അപ്പനും സൈക്കിൾ തുറക്കും. ഓക്കെ. മഴ ഇതുവരെ പെയ്തിട്ടില്ല, പെയ്യാണ്ടിരിക്കട്ടെ. സൈക്കിൾ തുറന്നു. ഇനി മെല്ലെ നമ്മുടെ ഈ ദുക്കാട്ടിയും ഈ ഹയാബൂസയായിട്ട് നമുക്ക് മെല്ലെ വീട്ടിലേക്ക് പോവാം. സോ മഴ പെയ്യാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സൈക്കിളിൻ്റെ മുകളിൽ കയറുന്നു. ഇനി മെല്ലെ വീഡിയോ കട്ട് ചെയ്യുന്നു. ഇതിന് ശേഷം നമുക്ക് ബിഗ് സ്ക്രീനിൽ ഒന്നുമില്ല. നമ്മൾ നമ്മുടെ ചെറിയ വീട്ടിൽ പോയി, ആ ചെറിയ റൂമിൽ പോയി നമ്മൾ ഈ സാധനം പാക്ക് ചെയ്യും. സോ ഞാനിങ്ങനെയാണ് ഈ സൈക്കിളുമായിട്ട് എൻ്റെ വീട്ടിലേക്ക് പോകുന്നത്. ഇനി മെല്ലെ ക്യാമറ ഷട്ട് ഡൗൺ ചെയ്യാൻ പോവുകയാണ് ഗൈസ്. അങ്ങനെ നമ്മൾ ഏകദേശം വീടിൻ്റെ അവിടെ എത്താറായി. നമ്മൾ നമ്മുടെ ഈ സൈക്കിളും 2 സൈക്കിളും കൂടിയിട്ട് മെല്ലെ നടന്നു പോണ സമയത്ത് നാട്ടുകാരും വീട്ടുകാരും കൂട്ടുകാരും ഇല്ലെങ്കിലും നമ്മൾ ചുമ്മാ പോണ കാണുമ്പോൾ ഇവിടുത്തെ ആൾക്കാരൊക്കെ നോക്കണു. അവർ വിചാരിക്കണു എനിക്ക് ചെറുതായിട്ട് പ്രാന്താണോ എന്ന്. സംഭവം ഇങ്ങനെയൊക്കെയാണ്. അതുകൊണ്ട് അങ്ങനെയാണല്ലോ.
സോ അതങ്ങനെയാണ്. ഇത് കാണുന്നത് നിങ്ങൾ വിചാരിക്കേണ്ടാവും എനിക്ക് വട്ടാണെന്ന്. സോ അങ്ങനെ നമ്മൾ നമ്മുടെ വീടിൻ്റെ കയറ്റം ഈ സൈക്കിൾ വെച്ചിട്ട് 2 സൈക്കിൾ വെച്ചിട്ട് കയറുകയാണ് ഗൈസ്. ആൻഡ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് കയറാൻ പോവുകയാണ്. വാതിലുകൾ ഓൾറെഡി തുറന്നതുകൊണ്ട് സുഖമായിട്ട് വണ്ടി കയറ്റാം. സോ 2 സൈക്കിളുകൾ ഒരുമിച്ചിട്ട് കയറുന്ന ദൃശ്യങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? സോ 2 സൈക്കിളുകൾ വലിയ പ്രശ്നമൊന്നുമില്ലാതെ കയറുന്ന ഒരു ദൃശ്യമാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ഇനി ചാവി എടുക്കണം, അല്ലാണ്ട് ഈ വാതിൽ തുറക്കാൻ പറ്റില്ല. വീണ്ടും ബിറ്റ് കോംപ്ലിക്കേറ്റഡ്, ഇറ്റ്സ് നോട്ട് ഈസി ടു ടേക്ക് വ്ളോഗ് എവറി ടൈം. അങ്ങനെ നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് കയറുകയാണ്. ചെറുതായിട്ട് ആരില്ലാത്തതുകൊണ്ട് രക്ഷപ്പെട്ടു. ഇങ്ങനെയാണ് നമ്മൾ വാലടയ്ക്കുന്നു. This is for you. Ride slowly, okay? You also need to keep the helmet. സോ ഇതാണ് നമ്മുടെ സൈക്കിളിനെ അധികം കാണിക്കണില്ല. പച്ച, നീല, ചുവപ്പ്, മഞ്ഞ എല്ലാ കളറും ഉണ്ട്. പിന്നെ ഈ സാധനം സ്ക്രൂ ഡ്രൈവറാണ്. പിന്നെ നമുക്ക് സൈക്കിൾ ഇപ്പോൾ തൽക്കാലം ഇവിടെ വയ്ക്കാം. കാണുന്നുണ്ടോ എന്ന് അറിയില്ല, നോക്കട്ടെ കേട്ടോ. ഓക്കെ, ഓൾ ഗുഡ് എല്ലാതും ക്ലിയർ ആയിട്ട് കാണുന്നുണ്ട്. സോ സൈക്കിൾ അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഞാൻ പറഞ്ഞില്ലേ, ബെല്ല്. സോ ഈ ബെല്ല് നമുക്ക് ഇതിന് മുകളിൽ ഫിക്സ് ചെയ്യാം. അവന് ഇഷ്ടമാവുമെന്ന് അറിയില്ല. പിന്നെ 2 വയസ്സായിട്ടുള്ള കുട്ടി ഇത് അടിക്കുമെന്ന് അറിയില്ല. എനിക്ക് തന്നെ കുറച്ചൊരു എഫേർട്ട് എടുത്താൽ മാത്രമാണ് ഇങ്ങനെ ആക്കാൻ പറ്റുള്ളൂ. ഇങ്ങനെ ആക്കി കഴിഞ്ഞാലാണ് സാധനം അടിക്കുള്ളൂ. ബട്ട് ഞാൻ വിചാരിച്ചിട്ടുള്ള സാധനം അവിടെ കിട്ടിയില്ല. അതാണ് ഞാൻ ഇത് വാങ്ങാൻ കാരണം. അല്ലാതെ എനിക്ക് അവനെ ബുദ്ധിമുട്ടിപ്പിക്കണം എന്നുള്ളൊരു ആഗ്രഹമൊന്നുമല്ല. മാമൻ അങ്ങനെയൊന്നും ചെയ്യില്ലല്ലോ അവൻ്റെ. സോ നമുക്ക് ആദ്യം ഇത് സ്ക്രൂ ഒക്കെ വരണം. ഇത് ചെറിയ സ്ക്രൂ ഒക്കെ ആയിട്ട് വന്നേക്കണേ. സ്ക്രൂ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് സ്ക്രൂ ഡ്രൈവർ. സോ സ്ക്രൂ ഒക്കെ ഊരിന് ശേഷം വേണം ഇതൊരു ഫിക്സ് ചെയ്യാൻ. സോ സ്ക്രൂ ഊരി നമ്മളിനി അവൻ്റെ സൈക്കിളും എടുക്കുക. എന്നിട്ട് ഇവിടെ ഫിക്സ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഹാൻഡിലുമാണ് ഞാൻ നോർമലി ഫിക്സ് ചെയ്യാനായിട്ട് ഞാൻ ഉദ്ദേശിക്കണേ. സോ നമ്മൾ ഒരു റൈറ്റ് സൈഡിലൊക്കെ ആയിട്ട് ഫിക്സ് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കണേ. ഈ സൈഡിലൊക്കെ ആയിട്ട് അവന് അടിക്കാൻ പറ്റുമെന്ന് അറിയില്ല. സ്റ്റിൽ ലെറ്റ്സ് സീ. നമുക്ക് ഹോൺ ഘടിപ്പിക്കാം. സോ ജസ്റ്റ് ഒന്നിങ്ങനെ വെച്ചാൽ മതി. കണ്ടില്ലേ, ലൈക്ക് ദിസ്. പിന്നെ മെല്ലെ നമുക്ക് ഇത് ചെയ്യാം. സ്ക്രൂ ടൈറ്റാക്കി കൊടുക്കാം. ഏകദേശം കൈ ഇവിടെ വയ്ക്കുകയാണെങ്കിൽ ബെല്ലും കാര്യങ്ങളൊക്കെ സെറ്റ്. സോ പുതിയ സൈക്കിളിന് റിബണൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് റിബണൊക്കെ ഓൾറെഡി വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് സോ നമുക്ക് മെല്ലെ ഈ റിബൺ എങ്ങനെ ഡെക്കറേറ്റ് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. സോ ഇത് ഈ സെറ്റപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഇതിപ്പോൾ നോർമൽ ഒരു വിധം ഡെക്കറേഷൻസ് ഇങ്ങനെ തന്നെയാണ് ചെയ്യുക. ഒരു വിധം കടകളിലൊക്കെ പോയി കഴിഞ്ഞാൽ അവർ ഇങ്ങനെ തന്നെയാണ് ചെയ്ത് തരുന്നുണ്ടാവുക. സോ അപ്പം അങ്ങനെ അത് സെറ്റായി. ഇനി ഞാൻ ആലോചിച്ചു ഇതൊരു പെട്ടിയിൽ പാക്ക് ചെയ്യാനൊക്കെ ഉണ്ടെന്ന് വിചാരിച്ചു. പക്ഷേ അത് നടന്നില്ല. പെട്ടി വാങ്ങാൻ പറ്റിയില്ല. ബട്ട് ഐ ഹാവ് മൈ ഓൺ ബോക്സ്. ഈ ഒരു ബാഗിൽ, ഈ ബാഗിൻ്റെ ഉള്ളിൽ ഈ സാധനം ഇടാൻ പറ്റുമോ നോക്കണം. ഇത് ഏകദേശം ചെറിയൊരു സ്യൂട്ടാണ് രണ്ടുപേരും അല്ലേ. ഞാനിങ്ങനെ ഇതുകൊണ്ടാവാം ചിലപ്പോൾ ഒക്കെ ഇങ്ങനെ എന്ത് ചെയ്യുക. ആ ബാഗിൽ കൊള്ളാത്തത് കൊണ്ട് ഞാൻ വേറൊരു ബാഗ് എടുക്കുകയാണ്. ഇതിൽ കൊള്ളുന്നതൊന്നും എനിക്കറിയില്ല. ഏകദേശം അതേപോലത്തെ ഒരു ടൈപ്പ് ഓഫ് ബാഗ് തന്നെയാണ് ഇതും. സോ നമുക്ക് ഈ ബാഗിൽ പരിശ്രമിച്ച് നോക്കി നോക്കാം. ദിസ് ഈസ് ഫിറ്റ് മോർ ബിഗർ ഐ ഗസ്. സോ കമ്പയർ ടു ദ അതർ വൺ മേ ബി ഇതിൻ്റെ ഉള്ളിലും കൊള്ളുണ്ടാവും. ഓൾമോസ്റ്റ് സെയിം ആണ്. ബട്ട് ഐ ഡോണ്ട് തിങ്ക് സോ. ഇതും ഏകദേശം ഒരു പൊടിക്ക് വ്യത്യാസം ഉണ്ടെന്നുള്ളൂ. ഇതിൽ മിക്കവാറും കൊള്ളുമെന്ന് തോന്നുന്നു കേട്ടോ കുറച്ചൊക്കെ. ഫൈനലി ഗൈസ് നമുക്ക് ഒരു സ്യൂട്ടായിട്ടുള്ളൊരു ബാഗ് കിട്ടി. സോ നമ്മൾ ഈ ബാഗിൽ നൈസായിട്ട് ഇടാം. ആൻഡ് വി ക്ലോസ് ദ സിപ്പ് ലൈക്ക് ദിസ്. ഇവിടെ ക്ലോസ് ചെയ്യണം. പിന്നെ വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വേണമെങ്കിൽ കുറച്ച് തുണികളൊക്കെ ഇടാമല്ലോ. ഇറ്റ്സ് വെരി ഈസി ടു ട്രാവൽ വിത്ത് ദ ബൈക്ക് നൗഡേയ്സ്. ഹായ് ഗൈസ്. സോ ഞാൻ മെല്ലെ
എൻ്റെ ഗ്രാമത്തിൽ നിന്ന് ഇറങ്ങാൻ പോവുകയാണ്. ലീവിൽ നിന്ന് ഇറങ്ങാണ്. ഓൾമോസ്റ്റ് നല്ല വെയിലുള്ള ദിവസമാണ്. സോ ഇങ്ങനെയൊക്കെയാണ്. ഇന്നലെ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും ലേറ്റായി. ആൻഡ് നൗ ഐ എം ഗോയിങ് ടു മൈ ചേട്ടൻസ് പ്ലേസ് ആൻഡ് ദാറ്റ്സ് ഇൻ ഹൈഗർ. ഫ്രാങ്ക്ഫർട്ട് എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ ഏകദേശം അടുത്താണ്. സോ ഒരു 4 അവർ 5 മണിക്കൂറൊക്കെ ഏകദേശം സ്ട്രേറ്റ് അവേ പോവും. സോ ലെറ്റ്സ് സീ മൈ ജേണി. ബസ് കയറി ഇമെല്ലനെ ഇവിടുന്ന് ക്ലീവിൽ നിന്ന് യാത്രയാകാൻ പോവാണ്. ഭയങ്കര ചൂടാണ്. ഒടുക്കത്തെ ചൂട് എന്ന് പറയുന്നത് ഭയങ്കര ചൂടാണ്. ഒരു 26-27 ഡിഗ്രി ഉണ്ട്. പ്ലസ് ഞാൻ എൻജിൻ്റെ അടുത്തായിരിക്കുന്നതുകൊണ്ട് സോ ഭയങ്കര ചൂടാണ് ഇപ്പോൾ. ഇവര് വണ്ടി എടുത്ത് കഴിഞ്ഞാൽ ചെറുതായിട്ട് കുറച്ച് വെന്റിലേഷൻ ഉണ്ടാവും. ചില പേസ് ഇടും. നോക്കി നോക്കാം. ഭാഗ്യമുണ്ടെങ്കിൽ എല്ലാം കാണാം. സോ വണ്ടി സ്റ്റാർട്ടായി മെല്ലാണ്. ഇട്ടിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു ശമനമുണ്ട്. അപ്പോൾ മൊത്തത്തിൽ കുഴപ്പമില്ല. ഞാൻ ഭയങ്കര കട്ടി കൂടിയിട്ടുള്ള ഡ്രസ്സെല്ലാം ഇട്ടേക്കണേ. അപ്പോൾ അതിനും ശമനം ഉണ്ടാവും. താങ്ക് ഗോഡ്. എംറിഷ് എന്ന് പറഞ്ഞാൽ ഒരു ബാനോഫിലെത്തിയിട്ടുണ്ട്. സോ ഇവിടുന്ന് നമുക്ക് മെല്ലാണ് ഒരു അടുത്ത ട്രെയിൻ പിടിച്ച് കഴിഞ്ഞാലാണ് നമുക്ക് അടുത്ത ട്രെയിനിലേക്ക് പിടിച്ച് അങ്ങനെ ഹൈഗർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തുള്ളൂ. സോ ഞാനിതൊരു എന്താണ് എംറിഷ് ബാനോഫ്. പോകുന്ന സമയത്തുള്ള പച്ചപ്പും പുൽമൈതാനങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിമനോഹരമായ ദൃശ്യമാണ്. എല്ലാതും പാടാണ്. പാടം. നമ്മൾ അടുത്ത വണ്ടി പിടിക്കാനായിട്ട് പോവാണ്. ആക്സിലേറ്ററൊക്കെ ഉണ്ട്. ഇവിടുന്ന് ഒരു ട്രെയിൻ പിടിച്ചിട്ട് വീണ്ടും ഒരു ട്രെയിൻ പിടിക്കണം. 2 ട്രെയിൻ പിടിക്കണം. സോ ഇവിടുത്തെ ആക്സിലേറ്ററൊക്കെ നോക്കിയൊക്കെ വേണമെങ്കിൽ നല്ല അടിപൊളിയാണ്. സോ ദിസ് വിൽ ബി ദ ബെസ്റ്റ് വ്യൂ മാൻ. അടിപൊളിയല്ലേ? നല്ലൊരു വ്യൂ അല്ലേ? ഇത് കൊളോൺ എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ അടുത്തുള്ള ഒരു സ്റ്റോപ്പാണ്. കൊളോൺ മെസ്റ്റഡോയ്സ് എന്ന് പറയും. സോ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് പള്ളി കാണാം. വീരോ അറ്റത്തിൽ കണ്ടോ? സോ ആ കാണുന്നതാണ് കൊളോൺ പള്ളി. ദിസ് വൺ. സോ ഇവിടെ നിന്നാണ് നമുക്ക് പോകേണ്ട ട്രെയിനിൻ്റെ ഇതാണ് AUC എഴുതിയിട്ടുള്ള സ്ഥലം. എന്നിട്ട് സീബുർഗ് ആ ഭാഗത്തേക്കൊക്കെ പോകണം. കുറച്ച് അത്യാവശ്യത്തിന് ലോങ് ജേണിയാണ്. ഒരു 1.5 മണിക്കൂറിൻ്റെ ഉള്ളിലുണ്ടെന്ന് തോന്നുന്നു സമയം. ഇത് വന്നുകൊണ്ടിരിക്കുന്നു. ഇതാണ് നമ്മുടെ പോണ വണ്ടി. കണ്ടോ? ഔസീക എന്ന് പറഞ്ഞിട്ടൊരു വണ്ടിയാണ്. ഈ വണ്ടിയിൽ മെല്ലനെ കയറും. ലസ്ബാനാണ്. ഈ വണ്ടിയിൽ മിക്കവാറും കുറച്ച് തണുപ്പുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഭയങ്കര ചൂടാണ് പുറത്ത്. സീറ്റ് ഉണ്ടായാൽ മതിയായിരുന്നു. അത് നോക്കാം. ലക്ഷ്യ ഒരാൾക്കാർ കയറിയിട്ടുണ്ട്. സോ ഈ കാണുന്നതാണ് നമ്മൾ വന്ന വണ്ടി. ആ വണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇറങ്ങിയ സ്റ്റോപ്പ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൈഗർ. അങ്ങനെ നമ്മൾ നമ്മുടെ ലൊക്കേഷൻ ഹൈഗർ എന്ന് പറഞ്ഞ ലൊക്കേഷനിലേക്ക് എത്തി. ഇവിടെയാണ് ചേട്ടൻ നിൽക്കണേ. ഇവിടെ ഒരു നല്ലൊരു ഗ്രാമം തന്നെയാണ്. നല്ല ബ്യൂട്ടിഫുൾ പ്ലേസാണ്. പിന്നെ നമ്മുടെ സ്വിറ്റ്സർലൻഡൊക്കെ പോയിട്ടുള്ള ആൾക്കാർക്ക് മനസ്സിലാവുണ്ടാവും. ആ പോണ വഴി പോലെയാണ് ഇവിടുത്തെ ചില ഭാഗങ്ങളൊക്കെ. യു ക്യാൻ സീ. ഇതിലൂടെ പോകാൻ പാടില്ലെന്ന് കാണിച്ചേക്കണം. ബട്ട് കണ്ടോ? നല്ല മലനിരകളും നല്ല തടാകവും ലേക്കൊക്കെ ആയിരുന്നു വരുന്ന വഴിയിൽ കണ്ടത്. ആൻഡ് ഇന്ന് ഇപ്പം ഏകദേശം കുറച്ച് വണ്ടി ലൈറ്റ് ആയിട്ടുണ്ടായിരുന്നു. സ്റ്റിൽ നമ്മൾ എത്തി. ഇപ്പം ഏകദേശം സമയം 3:18. യു ക്യാൻ സീ ദിസ്. ആൻഡ് 101ാമത്തെ പ്ലാറ്റ്ഫോമിൽ നിന്നും ക്യാമറമാൻ എന്നോടൊപ്പം ഞാൻ തന്നെ വീണ്ടും യാത്ര പോവുകയാണ്. ഇനി ബർത്ത്ഡേ ബോയിനെ കാണണം, ചേട്ടന്മാരും ചേച്ചീനെ കാണണം, ചീട്ട് കളിക്കണം, വേറെ മെയിൻ സാധനമുണ്ട്, ഫുഡ് കഴിക്കണം. സോ ഈ ഒരു ബാനോഫ് നല്ലൊരു ബാനോഫാണ്. വളരെ പ്രകൃതി രമണീയമല്ലാത്ത എക്കോ ഫ്രണ്ട്ലി ഇല്ലാത്ത ഒരു ബാനോഫാണ്. പക്ഷേ ഇവിടെയുള്ള ആൾക്കാരൊക്കെ അടിപൊളിയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ ലെറ്റ്സ് ഗോ. സോ ആ അറ്റത്തുനിന്നൊരു വണ്ടി വരുന്നുണ്ട്. ആ വണ്ടിയിലാണ് നമ്മുടെ ചേട്ടന്മാർ വരുന്നത്. സോ ലെറ്റ്സ് ഗോ 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 ഗോ. ഇത് ഡിക്കിലൊക്കെ ഇട്ട് അല്ലെങ്കിൽ എവിടെയെങ്കിലും
താങ്ക് യു. കുറച്ച് നേരമായിട്ടുണ്ട്. ഞാനൊരു 9:30 റേഞ്ച് കഴിയുന്നു. സോ നിങ്ങളിവിടെ എയർപ്ലെയിൻ ബർത്ത്ഡേ കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ എന്താ ഇത്, പിന്നെ എന്ത് ഞങ്ങളുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ്റെ പരിപാടികളൊക്കെ ഇവിടെ സ്റ്റാർട്ടായിട്ടുണ്ട്. നല്ലതാണ്. ഞങ്ങൾ നല്ലതാണ് എയർപ്ലെയിനും കാര്യങ്ങളൊക്കെ സെറ്റാക്കി. ഇതാണ് ചെറിയൊരു വീട്. ഹാപ്പി ബർത്ത്ഡേ പാറി പറന്നുകൊണ്ടിരിക്കുകയാണ്. വിമാനവും ഇവിടെ ഉണ്ട്. പിന്നെ കുറച്ച് കസാര കാര്യങ്ങളൊക്കെ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഇവിടെ ഇങ്ങനെ ഈ സാധനമാണ് നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് വയ്ക്കാൻ പോകുന്നത്. സോ വി ഹാവ് ടു ടൈ ദിസ്.